എന്തേലും വേണ കുപ്പായം മാറാൻ പോവല്ലേ? ചെല്ല് എന്തേ പേടിപ്പിക്കണേ? ഒരു മഞ്ഞത്തൊപ്പിയോട് വെക്കാതെ എന്റെ മഞ്ഞാളക്കളി നിർത്തിക്കാളെ. രണ്ടാളെ പഠിക്കാൻ പോയിരുന്നോ? അപ്പൊ ഞങ്ങളെ മലമ്പാമ്പ് വലിയ കുഴപ്പമില്ല അല്ലേ? തമാശ അനുഭവിക്കേണ്ട വരുട്ടാ. തമാശ ചിരിച്ചിരിച്ചെന്നോ? ഇത് മൂത്തമാനാണ് അമീൻ. രണ്ടാമത്തെ മകൻ അമീർ. ഇതേതാ സാധനം? ഇതെന്താ ഫ്രൂട്ട്സ് മാത്രമേ? അയാൾ ഫ്രൂട്ട്സ് മാത്രമേ കഴിയുള്ളൂ. അതെന്താ അങ്ങനെ? ആർക്കറിയാം? അതെ, ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞ? അവിടെ വലിയ പ്രശ്നമൊന്നുമില്ലാന്നാ പറഞ്ഞത്. അതുകൊണ്ട് സമീർക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ എത്താം. സമീർക്ക് എന്തൊന്ന് പിടിച്ച മോനെ. ഇത് ഞങ്ങളാ. എന്തിനാണോ അത്ര വിളിച്ചം? ആരും കാണാ ടോർച്ച് നോക്ക്. ഒരു ചെറിയ ലൈറ്റ് അല്ലേ ബൈ. എന്നാ പിന്നെ ചൂട്ടങ്ങട് എത്തിച്ചോ. കൊള്ളാലോ. അതെ സുബ്രട്ടാ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എല്ലാ സെറ്റപ്പും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നിനും വേണ്ടി ഇടയ്ക്ക് അങ്ങോട്ട് പോട്ടാ. സമീർക്കായിട്ട് അറിഞ്ഞാൽ അറിയാലോ. മല്ലിട്ടിട്ടു ഞാൻ നാട് വിടേണ്ടി വരും. നിങ്ങൾ പേടിക്കണ്ടതേ, ഞങ്ങൾ പഴയ ചങ്ങാതി വരാം. ഉറപ്പാണല്ലോ? പിന്നെ ഓറാക്കുമല്ലോ. ഇല്ലെന്ന് ഒന്നടിക്കുന്നു. നിങ്ങളോടാ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു. അതിരി നിങ്ങളെ വാ. ശരി, ഈ മലമ്പാമ്പിനെയും വിഴുങ്ങി ഒറ്റക്കൊന്ന് കേട്ടൊലിക്കണ പുതിയ പരിപാടിയാണല്ലോ. എന്താ പറ്റിയേ? അല്ലടോ പോണ്ടേ, 7 ഈ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അളിയ അടിയിലൊരു പാട്ടൊക്കെ ഉള്ള ആളുണ്ട്. 5-8 മണിക്കൂറിന്റെ കാര്യമുള്ളൂ. നാളെ കാണാം. എടാ ഞാൻ എന്നോട് ഈ പറഞ്ഞോക്കെ എനിക്ക് തമാശയായിട്ട് തോന്നിയേ. അതല്ലടാ, എങ്ങനെ ചാടും? എങ്ങനെ ചാടും? അതല്ലേ ഞാനും ചോദിക്കണേ. ഒരു വഴിയില്ലെങ്കിൽ ഞാൻ ഈ മതിലാടി പോട്ടാ. അതല്ല, അപ്പൊ എന്തായാലും പോണം അല്ലേ? അൻവർ മോനെ ഞാൻ എന്തെങ്കിലും പറയൂട്ടാ. പറഞ്ഞില്ലാന്നുണ്ട്. ഇപ്പൊ എന്നെ തോണ്ടിയ അതല്ല, വേറെ ഐഡിയ ഉണ്ട്. ആള് വിചാരിച്ചാൽ നടക്കും. ആര് നടക്കും? ആയത് ഈ മതിലാടും. ഹാല വരും, ഇവര് തമ്മിൽ കാണും. കല്യാണത്തിന് മുമ്പ് നിലാവത്ത് ഒരു കൂടിക്കാഴ്ച. ഫസ്റ്റ് നൈറ്റിന് മുമ്പ് ഒരു നൈറ്റ്. ഇത് നടക്കണം, ഇതിന്ന് നടക്കണം. ഇതിന്ന് നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത കല്യാണത്തിന് നടക്കും. പക്ഷേ ഒരൈഡിയ ഉണ്ട്. സ്വല്പം ക്ലീശയാണ്, പക്ഷെ ഈ സിറ്റുവേഷൻ ഓക്കെയാണ്. എത്രത്തോളം കീശയാണ്? ഓക്കെ, അപ്പൊ റെഡി 1 2. എന്താ പരിപാടി? അല്ല ഞാൻ പറഞ്ഞ ക്ലീശയാന്ന്. 3 എണ്ണളിയാ. 3 ആരെല്ലൊക്കെ കണ്ടാ നാണക്കണ. എന്തിന്? കല്യാണത്തലേന്ന് പെണ്ണിനെ കാണാൻ പുതിയപ്പഴ മതിലും ചാടി ചെല്ലാന്ന് പറഞ്ഞ റൊമാൻറ്റിക് ചെക്കന്മാരുടെ ലക്ഷണല്ലേ? ഇതതിന് റൊമാൻസ് മാത്രമൊന്നുമല്ല, ഇത് ആങ്സൈറ്റിയാണ്. ആങ്സൈറ്റി. ഞാൻ വരാ കഴിഞ്ഞാലോ ഇറക്കി വാ ദീദിയെ, നമുക്ക് കഴിച്ചാലോ? ഞാൻ പിന്നെ വരാം. ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നേരം വൈകാൻ പറ്റൂല. കല്യാണ പെണ്ണ് പള്ള പയിച്ചിരിക്കാൻ പാടില്ല. വാ. ഞാൻ ഇപ്പൊ ഇല്ല, നിങ്ങൾ പോ ബെറ്റീസ് പ്ലീസ്. ഞാൻ വരാം. വാ ബൈ. വാ കമോൺട്രാ. അങ്ങോട്ട് നോക്കല്ലേ, അങ്ങോട്ട് നോക്കലടാ. വീട്ടിലേക്ക് ഇന്ന് കാലത്ത് കണ്ട പിള്ളേരാണ്. നമ്മൾ ഈ കോസ്റ്റ്യൂം കണ്ടാ വെറുതെ നോക്കും. അപ്പൊ ജിൻഡോക്ക് എന്റെ ഷർട്ട് എന്തല്ലേ രസമുണ്ട് കാണാൻ. ആരുടെ തമാശ കളിക്കാൻ ഇങ്ങനെ ചിരിക്കാക്കല്ലേ? സീരിയസ് ആയ
പറമ്പിലാണെങ്കിൽ ലൈറ്റിന് സ്ഥലവും ബാക്കിയില്ല. ഫുള്ളായിട്ട് ഇവരോട് സൈഡാക്കുന്നു. ഫോൺ വിളിച്ചോട്ടെ. ആ ഹലോ ഹല, ഞങ്ങൾ എത്തിട്ടാ. ഞാൻ അവിടെ ആ വീടിന്റെ ബാക്ക് ഭാഗത്ത് എത്തി ഏകദേശം. റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു മതിലൊക്കെ ആയിട്ട്. അവിടെ ഇറങ്ങട്ടെ? ഓക്കെ, ഞാൻ ഇറങ്ങാണ്. ഞാൻ പോയിട്ട് വരാം. പോയിട്ടോ ഒരു ആ വണ്ടിയുടെ പേര് കണ്ടാ നാണക്കേടാ. എന്ത് നാണക്കത്? ഒരു രസമല്ലോ. കാരണം എനിക്ക് കിട്ടും. എന്റെ തൊള്ള നടക്ക് എന്തിനുണ്ടെ പിടിക്കട്ടാ. ഒരു കുഴപ്പമില്ലടാ, ധൈര്യമായിട്ട് പോയിട്ടോ. നോക്കി പോട്ടാ. അത് ശരിയാണ്. എടുത്ത് വലിക്കുന്നുണ്ടോ? അതാ പുറത്തേക്ക്. എന്തായിരുന്നു ആ ചങ്ങായിന്റെ പേര്? ആനകത്ത് സുലൈഖ. സുലൈഖല്ല, ഹലീമ. ഇത് എന്റെ പരിപാടിയല്ല, കൂട്ടുകാരെ കൂടി നിർബന്ധിച്ചപ്പോഴേ. നമ്മുടെ സെൻസ് ഇങ്ങനെയല്ല. ഇല്ല, രസമുണ്ട്. രസമുണ്ടല്ലേ?